സ്വാഗതം. നിഗൂഢതകളും രഹസ്യങ്ങളും അളന്നു തീർക്കുവാൻ കഴിയാത്തത്ര സമ്പത്തും ഒളിഞ്ഞിരിക്കുന്ന ക്ഷേത്രം തിരുവനന്തപുരത്തിന്റെ വിസ്മയങ്ങളിൽ ഒന്ന്. പറഞ്ഞു തീർക്കുവാൻ കഴിയാത്തത്ര വിശേഷങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദൈവമായ പത്മനാഭസ്വാമിയുടെ ദാസന്മാരായാണ് തിരുവിതാംകൂർ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത്. ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും മാറ്റി നിർത്തിയാൽ ഇവിടേക്ക് സന്ദർശകരെ കൂടുതൽ ആകർഷിക്കുന്നതിനുള്ള ഒരു കാരണം ഇതിന്റെ രൂപകൽപ്പന തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരങ്ങളാണ് ഇവിടെയുള്ളത്. സാധാരണയായി തമിഴ്നാട്ടിൽ കാണപ്പെടുന്ന ക്ഷേത്രങ്ങളോടാണ് ഇതിന് രൂപസാദൃശ്യമുള്ളത്. തമിഴ് ശൈലിയിലുള്ള 7 നിലകളോടുകൂടിയ കിഴക്കേ ഗോപുരം തിരുവനന്തപുരത്തിന്റെ മുഖമുദ്രയായി നിൽക്കുന്നു. തഞ്ചാവൂർ ശൈലിയിലാണ് ഈ ഗോപുരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. 100 അടി ഉയരത്തിൽ കൃഷ്ണശിലയാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. 7 തട്ടുകളും 7 സ്വർണ്ണ താഴികക്കുടങ്ങളും 7 കിളിവാതിലുകളും കിഴക്കേ ഗോപുരത്തിനുണ്ട്. മറ്റു ഗോപുരങ്ങൾ സാധാരണ കാണുന്ന കേരളീയ ശൈലിയിൽ 2 നിലകളോടുകൂടി നിർമ്മിച്ചിരിക്കുന്നു. തിരുവിതാംകൂർ രാജ്യത്തിന്റെ കാവലാളും സംരക്ഷകനുമാണ് അനന്തരമേൽ ശയിക്കുന്ന വിഷ്ണു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദൈവമായാണ് അനന്തപത്മനാഭനെ കണക്കാക്കുന്നത്. അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഇവിടെയുള്ള വിലമതിക്കാനാവാത്ത നിധിശേഖരമാണ്. 2011 ഇവിടുത്തെ നിധിയെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. ലോകത്തിൽ അന്നുണ്ടായിരുന്ന സർവ്വ നിധിശേഖരങ്ങളെയും നാണിപ്പിക്കുന്ന വിധത്തിൽ അളക്കാൻ കഴിയാത്തത്രയും മൂല്യമുള്ള നിധിയാണ് ഇവിടെയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നത്. $1 ട്രില്യൺ മൂല്യമുണ്ട് ഇവിടുത്തെ നിധിശേഖരത്തിനെന്നാണ് കരുതപ്പെടുന്നത്. ക്ഷേത്രത്തിലെ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം ശ്രേഷ്ഠമെന്ന് കരുതപ്പെടുന്ന സാളഗ്രാമം കൊണ്ട് നിർമ്മിച്ചവയാണ്. ഏകദേശം 12,000-ഓളം സാളഗ്രാമങ്ങളാണ് ഇതിനായി വേണ്ടി വന്നത്. മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന് വിശേഷിക്കപ്പെടുന്ന കല്ലുകളാണ് സാളഗ്രാമം. സാധാരണയായി നേപ്പാളിലെ ഗണ്ഡകി നദിയുടെ തീരത്താണ് ഇത്തരത്തിലുള്ള കല്ലുകൾ കാണപ്പെടുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യമായ സമ്പത്തുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ അറകളിലാണ്. എന്നാൽ ഈ അറകൾ ഇനി മുഴുവനായി തുറക്കുവാൻ സാധിച്ചിട്ടില്ല. 6ാമത്തെ അറയെ രഹസ്യ അറയായാണ് കണക്കാക്കുന്നത്. മനുഷ്യർക്ക് തുറക്കുവാൻ കഴിയില്ല എന്നൊരു വിശ്വാസവുമുണ്ട്. കാരണം ശ്രീ പത്മനാഭന്റെ സ്വന്തം അറയാണിതെന്നും ശ്രീചക്രം പോലുള്ള അമൂല്യ വസ്തുക്കൾ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ അറയുടെ ഉള്ളിൽ അറകളായിട്ടാണ് 6ാമത്തെ അറ നിർമ്മിച്ചിരിക്കുന്നത്. 1931 6ാമത്തെ അറയ്ക്കുള്ളിലെ ആദ്യ അറ തുറന്നിട്ടില്ല. 1908 6ാമത്തെ പ്രധാന അറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും വിഷം ചീറ്റുന്ന നാഗങ്ങൾ പുറത്തു ചാടി എന്നും പറയപ്പെടുന്നു. നിർമ്മാണത്തിൽ മാത്രമല്ല പ്രതിഷ്ഠകളാലും വ്യത്യാസങ്ങൾ ഇവിടെ കാണാം. 18 അടി നീളം വരുന്ന അനന്തപത്മനാഭനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കടശർക്കരയോ കൂട്ടുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ അഭിഷേകം ചെയ്താൽ ഇത് അലിഞ്ഞു പോകുമെന്നതിനാൽ ഇവിടെ തന്നെയുള്ള മറ്റൊരു വിഗ്രഹത്തിലാണ് അഭിഷേകം നടത്തുന്നത്. വിഷ്ണുവിന്റെ വലത് കൈ അനന്ത തൽപ്പത്തിന് താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്നു. അതിന് താഴെ ശിവലിംഗ പ്രതിഷ്ഠ കാണാം. വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും പുറപ്പെടുന്ന താമരയിൽ ബ്രഹ്മാവിനെ കാണാം. ചതുർമുഖനായാണ് ബ്രഹ്മാവുള്ളത്. ഇത്തരത്തിൽ ഒറ്റ ശ്രീകോവിലിനുള്ളിൽ ത്രിമൂർത്തികളെ കാണാൻ സാധിക്കും എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ വാർത്തകൾ അറിയാൻ DN24 സബ്സ്ക്രൈബ് ചെയ്യുക.